ഒടുവിൽ ആ കലിയുഗവരദന്റെ സന്നിധാനത്തെല്ലാം കലങ്ങി തെളിയുകയാണ്. അയ്യപ്പന്റെ ചൈതന്യത്തെയും ഭക്തരുടെ വിശ്വാസത്തെയും വെല്ലുവിളിച്ചവർ ഓരോരുത്തരായി ഇതാ ഇരുമ്പഴിക്കുള്ളിലേക്ക് നടന്നു നീങ്ങുന്നു. ഓർമ്മയുണ്ടോ ആ കറുത്ത നാളുകൾ? നവോത്ഥാനത്തിന്റെ വലിയ ലേബലൊട്ടിച്ച് പോലീസിന്റെ ബൂട്ടിട്ട കാലുകൾ കൊണ്ട് സ്വാമി ഭക്തരെ ചവിട്ടി മെതിച്ചവർ, അയ്യന്റെ പൂങ്കാവനത്തെ ചോരയിൽ മുക്കാൻ നോക്കിയവർ, എന്നിട്ടും പകതീരാതെ അവസാനം ഭഗവാന്റെ ശ്രീകോവിലെ തങ്കം വരെ കവർന്നെടുത്ത ആ കള്ളക്കൂട്ടങ്ങൾക്ക് നേരെ ഇതാ കലിയുഗവരദന്റെ കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നു. എത്ര കൊടുങ്കാറ്റിലും തങ്ങളുടെ അഹങ്കാരത്തിന്റെ 60 സീറ്റുകൾ വീടില്ലെന്നും ഭരണമെന്നും തങ്ങളുടെ തറവാട്ട് സ്വത്തായിരിക്കുമെന്നും കരുതി ധർമ്മടത്തിന്റെ മുകളിൽ കയറിയിരുന്ന് അട്ടഹസിച്ച ഇരട്ടച്ചങ്കൻ പിണറായി വിജയന്റെ കിങ്കരപ്പടയ്ക്ക് ഒടുവിൽ കാലം കാത്തുവെച്ച തിരിച്ചടി. ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണം കെട്ട പരാജയത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് കോട്ടകൾ തകർന്നടിഞ്ഞപ്പോൾ, കൂടെ നിന്നവർ പലരും വഞ്ചിച്ചപ്പോൾ, മഹാരോഗവും ശാപവും വേട്ടയാടിയപ്പോൾ, പശ്ചാത്തപിക്കുന്നതിന് പകരം ഭഗവാനെ വീണ്ടും പറ്റിക്കാൻ നോക്കിയ കമ്മിക്കൂട്ടങ്ങളുടെ മുഖംമൂടിയാണ് ഇപ്പോൾ പൂർണ്ണമായും അഴിഞ്ഞു വീണിരിക്കുന്നത്. അടുത്ത ഏതാനും മിനിറ്റുകൾ നിങ്ങൾ ശ്വാസം അടക്കി പിടിച്ചിരിക്കുക. കാരണം ഇത് ഭക്തിയും അധികാരവും തമ്മിലുള്ള പോരാട്ടത്തിൽ ഒടുവിൽ സത്യം ജയിക്കുന്നതിന്റെ നേർക്കാഴ്ചയാണ്. നമുക്കൊന്ന് പുറകോട്ട് സഞ്ചരിക്കാം. ശബരിമലയെ തകർക്കാൻ ഒരു വശത്ത് യുക്തിവാദവും നവോത്ഥാനവും പ്രസംഗിച്ച അതേ ക്യാപ്റ്റന്റെ ആളുകൾ മറുവശത്ത് സന്നിധാനത്തിന്റെ ഇരുളടഞ്ഞ കോണുകളിലിരുന്ന് ഭഗവാന്റെ തിരുനടയിൽ കടുംവെട്ട് നടത്തുകയായിരുന്നു. സാക്ഷാൽ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ പാളിയും കാവൽക്കാരായ ആ ദ്വാരപാലക ശില്പങ്ങളും അറ്റകുറ്റപ്പണിയുടെ പേരിൽ ഇളക്കി മാറ്റിയപ്പോൾ കേരളം കരുതിയത് ഭഗവാന് കടുത്ത തിളക്കം കൂട്ടാനാണെന്ന്. എന്നാൽ 30 കിലോഗ്രാമിലധികം വരുന്ന ശുദ്ധമായ തങ്കമാണ് അവിടെ നിന്ന് അന്തർധാര സജീവമാക്കിയ പിണറായിയുടെ കൂട്ടാളികൾ അതിവിദഗ്ധമായി അടിച്ചുകൊണ്ടുപോയത്. പകരം അവിടെ സ്ഥാപിച്ചതോ മുകളിൽ മാത്രം സ്വർണം പൂശിയ വെറും ചെമ്പുപാളികൾ. എന്തൊരു ഉജ്ജ്വലമായ കമ്മ്യൂണിസ്റ്റ് പുരോഗമനം അല്ലേ? ഭക്തൻ കണ്ണീരോടെ സമർപ്പിച്ച തങ്കം കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പെട്ടികളിലേക്ക് മാറിയപ്പോൾ ഭഗവാന്റെ കാവൽക്കാർ ചെമ്പിലായി. വിശ്വാസികളെ ചവിട്ടി മെതിച്ചവർക്ക് ഭഗവാന്റെ തിരുമുറ്റത്തെ സ്വർണം കക്കാൻ യാതൊരു മടിയുമില്ലെന്ന് ഈ സംഭവം തെളിയിച്ചു. ഈ മഹാകൊള്ള മറച്ചുവെക്കാൻ വേണ്ടി പിന്നീട് സെക്രട്ടേറിയറ്റിലും ദേവസ്വം ബോർഡിലും നടന്നത് ഫയലുകളുടെ മാന്ത്രിക വിദ്യയായിരുന്നു. വ്യാജരേഖകൾ ചമച്ചും തെളിവുകൾ നശിപ്പിച്ചും അവർ ആ തങ്കക്കടത്ത് മൂടിവെച്ചു എന്ന് കരുതി. പക്ഷെ അവർ മറന്നുപോയി, ഇത് കള്ളക്കടത്ത് തടയുന്ന കസ്റ്റംസ് ഓഫീസല്ല, സാക്ഷാൽ കലിയുഗവരദന്റെ തിരുനടയാണെന്ന്. 2019 നടത്തിയ കൊള്ളയ്ക്ക് ഒടുവിൽ ഒരു തിളക്കം കുറവ് വന്നു. ഉള്ളിലെ ചെമ്പ് പുറത്തു ചാടി. കള്ളി വെളിച്ചത്താകൂ എന്ന ഭയം വന്നപ്പോൾ ഇതാ വരുന്നു 2025 അടുത്ത അടവ് നയം. 30 കിലോ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങൾക്ക് വീണ്ടും തിളക്കം കൂട്ടാൻ സ്വർണം പൂശണമെന്ന വിചിത്രമായ അപേക്ഷ ഫയലുകളിലെത്തി. തിരുവിതാംകൂർ ദേവസ്വം മാനുവൽ പ്രകാരവും ഹൈക്കോടതിയുടെ കർശനമായ ഉത്തരവ് പ്രകാരവും ശബരിമലയിലെ പവിത്രമായ ഇത്തരം വസ്തുക്കളുടെ അറ്റകുറ്റപ്പണി ക്ഷേത്ര പരിസരത്ത് മാത്രമേ ചെയ്യാവൂ. എന്നാൽ ഹൈക്കോടതി നിയമിച്ച സ്പെഷ്യൽ കമ്മീഷണറായ ജില്ലാ ജഡ്ജിയെ പോലും കബളിപ്പിച്ചുകൊണ്ട് ഈ വിഗ്രഹങ്ങൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്വകാര്യ കമ്പനിയിലേക്ക് പാതിരാത്രിയിൽ കടത്തിവിട്ടു. അവിടെ വെച്ച് വീണ്ടും സ്വർണം പൂശി പഴയ കള്ളത്തരം എന്നേക്കുമായി മൂടി വെക്കാനായിരുന്നു പദ്ധതി. പ്രധാന കള്ളൻ എന്ന അന്വേഷണ സംഘം സംശയിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ തന്നെ ഈ ഫയലുകൾ ഏൽപ്പിക്കാൻ ഒപ്പിട്ടത് മറ്റാരുമല്ല, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അപ്പകഷ്ണം എറിഞ്ഞു നൽകി ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയ PS പ്രശാന്ത് ആയിരുന്നു. അന്തരിച്ച മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു അടക്കമുള്ളവർ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന് ഫയലുകൾ കുടപിടിച്ചു. ഭഗവാനെ കബളിപ്പിക്കാമെന്ന് വിചാരിച്ച പിണറായി വിജയൻ ഒടുവിൽ തിരിച്ചടികൾ ഒന്നൊന്നായി വന്നും തുടങ്ങി. സ്വന്തം ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ കൂടെ നിന്ന വിശ്വസ്തർ ഓരോരുത്തരായി വഞ്ചിച്ചപ്പോൾ, അന്തർധാരയിലൂടെ മറച്ചുവെച്ച അഴിമതി കേസുകളൊക്കെ കോടതിക്ക് മുന്നിൽ പൊളിഞ്ഞപ്പോൾ ക്യാപ്റ്റന് ചെറിയൊരു പേടി തോന്നി തുടങ്ങി. സാധാരണ മനുഷ്യർ ഭയമുണ്ടാകുമ്പോൾ പശ്ചാത്തപിക്കും. എന്നാൽ നമ്മുടെ ക്യാപ്റ്റൻ ചെയ്തത് എന്താണെന്നറിയോ? ഭഗവാനെ വീണ്ടും പറ്റിക്കാൻ നോക്കി. അയ്യപ്പ സംഗമം എന്ന പേരിൽ വീണ്ടും പണം തട്ടാനും ഭക്തരുടെ കണ്ണിൽ പൊടിയിടാനും പുതിയ നാടകങ്ങളുമായി രംഗത്തിറങ്ങി. എന്നാൽ കലിയുഗവരദൻ ഉഗ്രപ്രതാപിയായി ഉണർന്നപ്പോൾ ആ കോപത്തിന് മുന്നിൽ നിൽക്കാൻ പിണറായിയുടെ ഇരട്ടച്ചങ്കില ചോരയ്ക്ക് കഴിഞ്ഞില്ല. മണ്ഡല പുനർവിഭജനം കണ്ട് അഹങ്കരിച്ചവർ, ഏത് കൊടുങ്കാറ്റിലും തങ്ങൾ തോൽക്കില്ലെന്ന് പ്രഖ്യാപിച്ചവർ ചരിത്രത്തിലെ ഏറ്റവും വലിയ പതനത്തിലേക്ക് വീണുപോയി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉറച്ച കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏത് കുറ്റിച്ചോലിനെ നിർത്തിയാലും ജയിക്കുമെന്നവർ അഹങ്കരിച്ച ധർമ്മടത്ത് പോലും വോട്ടെണ്ണലിന്റെ ആദ്യ റൗണ്ടുകളിൽ പിണറായി പിറകിൽ പോയി. അതറിയുമ്പോഴാണ് അയ്യന്റെ കളിയുടെ തീവ്രത മനസ്സിലാകുന്നത്. തന്റെ ഭക്തരെ ചവിട്ടിയവർക്കും തന്റെ സ്വർണം കവർന്നവർക്കും കൂട്ടുനിന്ന് സകലരെയും തോൽപ്പിച്ച് ജനങ്ങൾ വീട്ടിലിരുത്തി. ഇപ്പോൾ ഇതാ ഹൈക്കോടതിയുടെ കർശന മേൽനോട്ടത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം അഥവാ SIT ഈ കേസിൽ വമ്പന്മാരെ പൂട്ടാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ 2 പേര് ഇതിനകം തന്നെ 90 ദിവസത്തോളം അഴിയെണ്ണിച്ച അതേ പോലീസ് സംവിധാനം ഇപ്പോൾ ഇതാ പുതിയ പ്രതിപട്ടികയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യാനും വമ്പന്മാരെ അകത്താക്കാനും കോടതി അനുമതി നൽകിക്കഴിഞ്ഞു. ഈ കൊള്ളസംഘത്തിലെ 7 മുഖ്യപ്രതികൾ ഇവരാണ്: PS പ്രശാന്ത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഥവാ മോഷണം മറച്ചുവെക്കാൻ ഫയലുകളിൽ ഒപ്പിട്ട പ്രധാനി; രണ്ടാമത് M അജികുമാർ, ദേവസ്വം ബോർഡ് മുൻ അംഗം;
3 ഉണ്ണികൃഷ്ണൻ പോറ്റി, അഴിമതിയുടെ ആസൂത്രകൻ. 4 കണ്ഠർ രാജീവർ, തന്ത്രി. 5 മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇദ്ദേഹത്തെ കോടതി വിചാരണയ്ക്ക് മുമ്പ് തന്നെ ഭഗവാൻ അങ്ങ് കൊണ്ടുപോയി. 6 രജിലാൽ, തിരുവാഭരണ കമ്മീഷണർ. 7 പങ്കജ് ഭണ്ഡാരി, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ. 2021 കോൺഗ്രസ് ടിക്കറ്റിൽ നെടുമങ്ങാട് മത്സരിച്ച് തോറ്റ പ്രശാന്തിന് പിന്നീട് പിണറായി വിജയൻ വെച്ച് നീട്ടിയ അപ്പകഷ്ണമായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി. സന്നിധാനത്ത് ഭക്തന്റെ വേഷം കെട്ടിയിരുന്ന് ഇദ്ദേഹം ചെയ്തത് മുഴുവൻ അയ്യന്റെ സ്വത്ത് കൊള്ളയടിക്കാനുള്ള ഒത്താശകളായിരുന്നു എന്ന് SITയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രാഷ്ട്രീയ പകപോക്കലാണെന്നും പറഞ്ഞ് കരയാൻ ഇപ്പൊ പ്രശാന്തിന് കഴിയില്ല. കാരണം ഈ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് പിണറായി വിജയന്റെ സ്വന്തം കാലത്താണ്. അന്ന് പിണറായിക്ക് പോലും സ്വന്തം ആളുകളെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയാണോ ഇപ്പോഴത്തെ പ്രതിപക്ഷ ബഹളങ്ങൾ? ഭഗവാന്റെ തിരുനടയിൽ നിന്നും മോഷ്ടിച്ചാൽ ഭൗതികമായ പുരോഗതി എങ്ങനെ ഉണ്ടാകുമെന്നതിന്റെ നേർസാക്ഷ്യമാണ് പ്രശാന്തിന് നാട്ടുകാർ വിളിച്ചു പറയുന്നത്. കോൺഗ്രസിലിരുന്ന കാലത്ത് സാമ്പത്തികമായി കടുത്ത ദാരിദ്ര്യത്തിലാണെന്നും പറഞ്ഞ് നടന്നൊരു വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാളയത്തിലെത്തി ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വെറും 2 വർഷം കൊണ്ട് തിരുവനന്തപുരത്ത് പണിതുയർത്തിയത് കോടികളുടെ ആഡംബര മന്ദിരമാണ്. ആ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ പോലും ഈ കേസിലെ കൂട്ടുപ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ അതിഥിയായി എത്തിയിരുന്നു എന്നറിയുമ്പോഴാണ് ഈ കൊള്ളക്കാരുടെ ആ ആത്മബന്ധം തിരിച്ചറിയുന്നത്. അതുകൊണ്ടും തീർന്നിട്ടില്ല കേട്ടോ. ഈ ആഡംബര കൊട്ടാരത്തിന് ചുറ്റുമായി വീണ്ടും ലക്ഷങ്ങൾ വിലമതിക്കുന്ന 10 സെന്റോളം സ്ഥലം കൂടി പ്രശാന്ത് വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ എവിടെ നിന്നാണ്? അയ്യനെ കൊള്ളയടിച്ച് പണം കൊണ്ട്. എന്തൊക്കെ തന്നെ ആയാലും ഇപ്പോൾ സ്വന്തം സ്വത്ത് എങ്ങനെ സമ്പാദിച്ചു എന്ന ചോദ്യത്തിന് മുന്നിൽ പ്രശാന്തും കൂട്ടരും ഇന്ന് മറുപടിയില്ലാതെ നിൽക്കുകയാണ്. യുവജന സംഘടനകളുടെ ശക്തമായ പ്രതിഷേധ മാർച്ചിന് മുന്നിൽ ഈ ആഡംബര വീടുകളൊക്കെ ഇന്ന് പോലീസിന്റെ തണലിലാണ് നിൽക്കുന്നത്. ഒടുവിൽ എല്ലാം കലങ്ങി തെളിയുകയാണ്. വിശ്വാസത്തെ ചോദ്യം ചെയ്തവർ, അയ്യപ്പന്മാരെ ചവിട്ടി മെതിച്ചവർ, ഭഗവാന്റെ തിരുനടയിലെ തങ്കം കവർന്നവർ ഒടുവിൽ ഇതാ നിയമത്തിന് മുന്നിൽ മുട്ടുമടക്കുന്നു. അയ്യനെ പറ്റിക്കാൻ നോക്കിയ തിരുസംഘത്തിലെ PS പ്രശാന്ത് അടക്കമുള്ള ഈ 7 പ്രതികളും ഇനി കുറഞ്ഞത് 3 മാസമെങ്കിലും ജയിലിന്റെ അടിയെണ്ണുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. തീർന്നില്ല. 3 മാസം എന്നത് അന്വേഷണത്തിന്റെ കാലാവധി തീരുന്നത് വരെ. ഒടുവിൽ കോടതി വിധി വരുമ്പോൾ ഇവർക്ക് അർഹിച്ച ശിക്ഷ തന്നെ ലഭിക്കുമെന്നത് ഉറപ്പാണ്. മുരാരി ബാബുവൊക്കെ ഇപ്പൊ എവിടെ? അവർക്കെല്ലാം ഇപ്പോൾ നീതി നടപ്പാക്കിയത് കോടതിയല്ല, ഇത് അയ്യന്റെ വിധിയാണ്. എന്ത് തന്നെയായാലും കോടതിയും വിധിക്കും നല്ല ഉഗ്രൻ ശിക്ഷ, അർഹിച്ച ശിക്ഷ. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യും. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.